ഏവർക്കും നമസ്കാരം. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ മിക്കവാറും ഏകദേശം 95% ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ലോവർ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നടുവേദന എന്ന് പറയുന്നത്. അപ്പം ഈ ലോവർ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന എന്നൊക്കെ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് അസഹ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം. അതിനുശേഷം അദ്ദേഹം പറയുന്ന കണക്കുള്ള മരുന്നുകളൊക്കെ കഴിക്കേണ്ടതാണ്. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചു ചെറിയ വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ ഇതിനെ റിലീഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 3 വ്യായാമങ്ങൾ. ഓക്കെ, 3 സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. അപ്പം നിങ്ങൾക്ക് വലിയ അസഹ്യമായിട്ടുള്ള രീതിയിലൊന്നും ഉള്ളവരൊന്നും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഡോക്ടറെ കാണുക. അതല്ല, നമുക്ക് ചെറിയ തോതിലൊക്കെയുള്ള ഒരു ലോവർ ബാക്ക് പെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യായാമങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ലോവർ ബാക്കിന് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പല ആൾക്കാർക്കും ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് ചിലപ്പം ഇങ്ങനെ എഴുന്നേൽക്കുമ്പം പോലും ഈ ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, ഈ ഒരു വേദന കാരണം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വേദനയായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവൊക്കെ, എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഒന്ന് താഴെ നിന്ന് കുനിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഒന്ന് കുനിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നടു അസഹ്യമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഓക്കെ, അപ്പം ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനൊക്കെ ഒരു ഫില്ലോ എടുക്കുക. ഓക്കെ, ഇത് കണക്ക് ഒരു ഫില്ലോ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു കാല് പതുക്കെ മുമ്പോട്ട് കയറ്റി വെക്കുക. ഞാൻ ഈ കണ്ടില്ലേ, ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ കയറ്റി വെക്കുക. പതുക്കെ നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് ഈ ഫില്ലോയിൽ കുത്തി വെക്കുക. ഓക്കെ, ഞാൻ ഈ നിൽക്കുന്ന കണക്ക് ഇതേ കണക്ക് ഫില്ലോയിൽ കുത്തി വെക്കുക. ഈ കാല് അല്പം മുമ്പോട്ട് ഇതേപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇതേ കണക്ക് മുമ്പിലോട്ട് നിങ്ങൾ കൊണ്ടുപോവുക. ഈ കാല് ഇതേപോലെ ബാക്കിലോട്ട് ഇരിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കൈ നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കാവുന്നതാണ്. മാക്സിമം നിങ്ങൾ ബാക്കിലോട്ട് ഇതേ കണക്ക് നിൽക്കുക, സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതായിരിക്കണം നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ സ്ട്രെങ്ത് കൂടാനായിട്ട് നല്ല ഒരു വ്യായാമമാണിത്. ഓക്കെ, നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇതേ കണക്ക് കാല് ഇതേ കണക്ക് മുമ്പോട്ട് വെക്കുക. ഓക്കെ, ഇതേ കണക്ക് മുമ്പോട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കാല് ഇതേ കണക്ക് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ നിങ്ങൾ പില്ലോയിൽ കുത്തി വെക്കുക. ഇതേ കണക്ക്. ഓക്കെ, ഇതായിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ. അതിനുശേഷം ഈ മുമ്പിലോട്ട് വെച്ചിരിക്കുന്ന കാല് ഫ്രണ്ടിലോട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലോട്ട്. ഓക്കെ, ഇതേപോലെ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ മാക്സിമം ഇതേ കണക്ക് ബാക്കിലോട്ട് സ്ട്രെച്ച്. ഈ ഒരു ഭാഗത്തിനാണ് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഇവിടെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെച്ചിങ് വരുന്നത്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഒരു 5-10 സെക്കൻഡ് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത കാല് അതേ കണക്ക് തന്നെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. നല്ല ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. നമുക്ക് അടുത്ത സ്ട്രെച്ചിങ് ഏതെന്ന് നോക്കാം. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ്. വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ കാലിൻ്റെ മുട്ട് ഇതേ കണക്ക് ഫ്ലോറിൽ കുത്തുക. അതിനുശേഷം ഈ ഒരു പൊസിഷനിലോട്ട് വരിക. ഓക്കെ, ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേപോലെ ബാക്കിലോട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങളുടെ കൈ പതുക്കെ ഉയർത്തുക, സ്ട്രെച്ച് ആൻഡ് ഹോൾഡ്. നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ഇതേ കണക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. നല്ല ഒരു സ്ട്രെച്ചിങ് ആണിത്, ലോവർ ബാക്കിൻ്റെ സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം പതുക്കെ നിങ്ങളുടെ അടുത്ത കാല് ഇതേപോലെ ബാക്കിലോട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൈ ഫ്രണ്ടിലോട്ട്. 1 2 3 4 5 6 7 8 9 10. ഉണ്ടല്ലോ, ഇത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ലോവർ ബാക്കിൻ്റെ ഭാഗത്തെ മസിൽസിനെ
ആ ഒരു എല്ലുകളെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ല സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരിക. ഓക്കെ, മുട്ട് താഴെ കുത്തുക. അതിനുശേഷം കൈകൾ കുത്തിക്കൊണ്ട് ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വരാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാല് ബാക്കിലോട്ട് നല്ല രീതിയിൽ ബാക്കിലോട്ട് സ്ട്രെച്ച് ആവട്ടെ. അതിനുശേഷം ഇതേപോലെ വെരി ഗുഡ് 1 2 3 4 5 6 7 8 9 10 ഗുഡ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് എക്സസൈസ്. മൂന്നാമത്തെ സ്ട്രെച്ചിങ്. ഓക്കെ, ഇതും കൂടെ നിങ്ങൾ ചെയ്താൽ മതിയോ. ഈ 3 സ്ട്രെച്ചിങ് തന്നെ വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ ഈ ഒരു 3 സ്ട്രെച്ചിങ് തന്നെ ഒരു 10 ദിവസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ആ ലോവർ ബാക്ക് പെയിന് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് കിടക്കാം. ഓക്കെ, നമ്മളിത് ഈ ഒരു പൊസിഷനിൽ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ലോവർ ബാക്കിന് നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ല ഒന്ന് സ്ട്രെച്ച് ആവും ഇതേപോലെ. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം എന്താ വെച്ചാൽ നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് തന്നെ വെക്കുക. ഓക്കെ, ഫ്ലോറിൽ ഇതേ കണക്ക് വെക്കുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക മുകളിലോട്ട് ഇതേപോലെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, ഒരുപാട് ഇതേ മൂവ്മെന്റ് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ സ്ട്രെച്ച് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് കുറെ കൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ ലോവർ ബാക്കിന്റെ സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന ഒരു സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ കൈവെക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ കൈവെക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പതുക്കെ വളരെ സാവധാനം നിങ്ങൾ മുകളിലോട്ട് നോക്കട്ടോ. ഇങ്ങനെ നോക്കരുത്, മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കണക്ക് നിങ്ങൾ ഒരു 5 10 ഒക്കെ നിങ്ങൾ ചെയ്യുക. അപ്പം ഈ ഒരു 3 സ്ട്രെച്ചിങ്ങൾ നിങ്ങൾ വീട്ടിലും ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലോവർ ബാക്കിന് സ്ട്രെങ്ത് വർദ്ധിക്കും. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് നടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, അസഹ്യമായിട്ടുള്ള രീതിയിലുള്ള വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വയം ചികിത്സയ്ക്ക് നിങ്ങൾ നിൽക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടർമാരെ പോയി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ പല പല വീഡിയോകളിലൊക്കെ ഇത് കണക്ക് കണ്ടിട്ട്, അല്ലെങ്കിൽ നടുവേദനയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് ഡോക്ടർമാരെ ഒന്നും പോയി കാണാതെ കുറേ സ്ട്രെച്ചിങ്ങുകളും കുറേ വ്യായാമങ്ങളും ഒക്കെ ചെയ്യുന്നത് കാണാം. തീർച്ചയായിട്ടും മുട്ടൻ ദോഷം നിങ്ങൾക്ക്, വലിയ ദോഷം നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. നിങ്ങൾ ഒരിക്കലും സ്വയം ചികിത്സിക്കുന്നു അങ്ങനെ മുതിരരുത്. എന്തെങ്കിലും അസഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുക. പിന്നെ ഇതേ കണക്കുള്ള വ്യായാമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ തുടക്ക സമയത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളെയൊക്കെ വർദ്ധിപ്പിക്കാതെ നമ്മുടെ ലോവർ ബാക്കിൻ്റെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്.